ഹലോ കുട്ടികളെ, ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളതേ ഒരു ഉലുവ പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. പായസം എന്ന് പറയാൻ പറ്റില്ല, എന്നാൽ ശർക്കരയും തേങ്ങാപ്പാലും ചേർക്കുമ്പോൾ അത് പായസം പോലെ തന്നെയാണല്ലോ. ഇത് നല്ലൊരു ഔഷധം കൂടിയാണ് കേട്ടോ. അപ്പോൾ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. പ്രസവിച്ച് കിടക്കുന്നവർക്കൊക്കെ നല്ലൊരു മരുന്നാണിത്, നടുവേദനക്കൊക്കെ. അപ്പം ഞാൻ ഇത് ഓവർനൈറ്റ് വെള്ളത്തിൽ കുതിരാൻ വെച്ചതാണ് കേട്ടോ. ഇന്ന് രാവിലെ എടുത്ത് ഞാനിത് കുക്കറിലിട്ട് ഒരു 2-3 വിസിലടിപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് തേങ്ങാപ്പാലും കൂടി വേണം അതിന് വേണ്ടി ഞാൻ തേങ്ങ കുറച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ പാലെടുക്കാൻ വേണ്ടി ഒന്ന് മിക്സിയിലിട്ടതാണ്. അപ്പോൾ അത് ഞാൻ പാലെടുത്ത് വെക്കാം. അപ്പോഴേക്കും നമ്മുടെ ഉലുവ ഒന്ന് വിസിൽ വരട്ടെ. ഒരു 2-3 വിസിൽ വന്നോട്ടെ കേട്ടോ. അപ്പോൾ തേങ്ങാപ്പാൽ എടുക്കാൻ ഇതൊരു നല്ല പോലെ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് പിഴിഞ്ഞെടുത്തതിൻ്റെ ശേഷം ഒന്നുകൂടി കുറച്ച് വെള്ളമൊഴിച്ച്, പിന്നെ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്നുകൂടി 2ാം പാലും കൂടി എടുത്താൽ മതി. അപ്പോഴേക്ക് നമ്മളെ ഉലുവയും അവിടെ വിസിലടിക്കുന്നുണ്ട് കേട്ടോ. അത് 2-3 അടിച്ചോട്ടെ. തേങ്ങാപ്പാലെടുത്ത് കൊണ്ടുവരാം. ഇത് പായസത്തെക്കാളും ടേസ്റ്റ് പറഞ്ഞ പോലെ നല്ലൊരു ടേസ്റ്റുള്ള സാധനമാണ്. പിന്നെ ഞാൻ തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. 1 കപ്പ് തേങ്ങാപ്പാൽ കിട്ടിയിട്ടുണ്ട്. 1 കപ്പിലധികം ഉണ്ടാവും. അപ്പോൾ ഇനി നമ്മളെ ഉലുവ ഉണ്ടല്ലോ, അത് വെന്ത് കഴിയുമ്പോൾ അതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്കൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. ഒരു 1-2 അടി അടിച്ചാൽ മതി കേട്ടോ. കുറച്ച് വല്ലാതെ അടിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, അങ്ങനെയൊരു ടേസ്റ്റാണ്. പക്ഷേ ഇടയിലൊക്കെ അങ്ങനെ ചെറുതായി ഒരു തരി കടിക്കുന്നത് അതൊരു ടേസ്റ്റാണ്. അപ്പം ഞാൻ ഇന്നലെ ഉണ്ടാക്കിയത് കുറച്ച് നന്നായി അടിച്ചതുപോലെയായിരുന്നു. ഇന്നിപ്പോൾ ഞാൻ അധികം അടിക്കുന്നില്ല. ഇതപ്പോൾ ഇങ്ങനെ ഈ പരുവത്തിലായിട്ടുണ്ട്. ഇനി ഒന്നുകൂടി നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ കൂടി കൂട്ടി ഒന്നുകൂടി മിക്സ് ചെയ്യാം, അല്ലെങ്കിൽ അത് കട്ട പോലെ ഇരിക്കുള്ളൂ. ഒന്നുകൂടി അടിച്ചു കൊണ്ടുവരാം ഞാൻ. ഇത് നടുവേദനക്കൊക്കെ പറ്റിയ നല്ലൊരു ഔഷധമാണ്. അത് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് അടിച്ചിട്ട്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു ശർക്കരയാണ്. കുറച്ച് ഞാനൊരു 10-65 ഗ്രാം ശർക്കര ഇതിലേക്ക് എടുത്തിട്ടുള്ളൂ. കൂടുതൽ മധുരം വേണ്ടവർക്ക് അത് എടുക്കാം. ഞാനൊരു ചെറിയ മധുരം എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അത് ഞാൻ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് തന്നെ, ഇനി അധികം വെള്ളമാവണ്ടെന്ന് വിചാരിച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് അതിലിട്ട് നമുക്കതൊന്ന് ഉരുക്കിയെടുക്കാം. അപ്പോൾ പെട്ടെന്ന് ഉരുകാൻ വേണ്ടി ഞാനതൊന്ന് പൊടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അത് ഉരുകി കിട്ടിയതിൻ്റെ ശേഷം നമുക്ക് അരിച്ചൊഴിക്കാം കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ഉലുവ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക. വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഉലുവ. ഇനി ശർക്കര ഉരുക്കിയത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അരിച്ചിട്ട് കച്ചറയൊക്കെ ഉണ്ടാവുന്നതിന് ഒന്ന് അരിച്ചൊഴിക്കുന്നത് നല്ലതാണ്. ചെറിയ നൂല് പോലെ, കല്ലൊന്നുമില്ല കേട്ടോ അതിൽ. അതൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഇത് ഭയങ്കര രസമാണ് കുടിക്കാൻ കേട്ടോ. പിന്നെ നമ്മളെ നടുവേദനക്കൊക്കെ നല്ലൊരു മരുന്നാണ്. പ്രസവിച്ച് കിടക്കുന്നവർക്ക് ഇത് കൊടുക്കൽ നിർബന്ധമാണ്. അപ്പോൾ തേങ്ങാപ്പാലും ബാക്കി വന്നതും കൂടി ഞാൻ അതിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി ലൂസാക്കണമെങ്കിൽ ഒരു ലേശം കൂടി വേണമെങ്കിൽ ലൂസാക്കിയിട്ടും കഴിക്കാം, ഇങ്ങനെയും കഴിക്കാം. അതൊക്കെ നമ്മളിഷ്ടം പോലെ ചെയ്യാം. പിന്നെ മധുരം വേണമെങ്കിൽ കുറച്ചുകൂടി കൂട്ടാം. അപ്പം ഞാൻ ഇങ്ങനെ കഴിക്കാൻ തുടങ്ങിയാണ് കേട്ടോ. ഹലോ കൂട്ടുകാരെ, നമുക്ക് 6000 സബ്സ്ക്രൈബർ ആയിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ അത് നിങ്ങളെ സപ്പോർട്ട് കൊണ്ടാണ് എനിക്കിത്ര. അതുകൊണ്ട് ഒരുപാട് നന്ദിയുണ്ട്. ഞാൻ ഇതുവരെ
ഇതൊന്നും പറഞ്ഞു വന്നിട്ടില്ല. അപ്പോൾ ഇനി അങ്ങോട്ടും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു.